വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങളെ സർക്കാർ കബളിപ്പിക്കുന്നുവെന്ന് കിഫ. നിലവിൽ 10 ലക്ഷം രൂപയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കുടുംബങ്ങൾക്ക് നൽകുന്നത്. എന്നാൽ സർക്കാർ രേഖകൾ പ്രകാരം കുടുംബത്തിന് ലഭിക്കേണ്ടത് 24 ലക്ഷം രൂപയാണെന്ന് കിഫ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ സണ്ണി കിഴക്കേക്കര റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ കുടുംബത്തിന് തുക പൂർണ്ണമായും നൽകിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും കിഫ ഭാരവാഹികൾ വ്യക്തമാക്കി. 2018 സംസ്ഥാന ഗവൺമെൻറ് ഇത്തരത്തിൽ മരണപ്പെടുന്ന വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവർക്ക് 10 ലക്ഷം രൂപ കൊടുക്കാമെന്നുള്ള ഒരു ഓർഡറുണ്ട്. അതുപോലെ തന്നെ 2023 കേന്ദ്ര ഗവൺമെൻറ് 10 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. 2024 സംസ്ഥാന ദുരന്തമായിട്ട് വന്യജീവി ആക്രമണം സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാന ദുരന്തമായിട്ട് അതിൽപ്പെട്ട് മരിക്കുന്നവർക്ക് 4 ലക്ഷം രൂപ കൊടുക്കാനുള്ള വകുപ്പുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മരിച്ച അലൻ്റെ കുടുംബത്തിനും അവരുടെ പിന്തുടർച്ച അവകാശികൾക്കും 24 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കാനുള്ള അർഹതയുണ്ട്. ഇതാരുടെ ഔദാര്യമല്ല, ഇത് ആ മരണപ്പെട്ട കുടുംബത്തിന് ലഭിക്കേണ്ട ഒരു അവകാശമാണ്. അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള ആർജവം കാണിക്കണമെന്ന് മാത്രമേ കിഫയ്ക്ക് പറയാനുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നിയമപരമായിട്ട് വാങ്ങിച്ചു കൊടുക്കാനുള്ള എല്ലാ നടപടികളുമായിട്ട് കിഫ പാലക്കാട് ജില്ലാ കമ്മിറ്റി മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ, കിഫയുടെ ഈ നീക്കം അതിന്റെ ഒരു വസ്തുതകൾ പരിശോധിക്കുമ്പോൾ അത് എത്രത്തോളം നിലനിൽക്കുന്ന ഒന്നാണ്? സുജയ, അതായത് നിലവിൽ ഈ വന്യജീവി സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി ചേർന്ന് 10 ലക്ഷം രൂപ മാത്രമാണ് നൽകുന്നത് നഷ്ടപരിഹാര തുകയായി. എന്നാൽ 2018 സംസ്ഥാന സർക്കാർ പുതുക്കിയിട്ടുള്ള ഒരു ഭേദഗതി, നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതി എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയായിരുന്ന നഷ്ടപരിഹാര തുക 10 ലക്ഷം രൂപ സംസ്ഥാന വിഹിതമാക്കി ഉയർത്തിയിരുന്നു. മാത്രമല്ല 2023 കേന്ദ്ര സർക്കാരും നൽകിയിരുന്ന നഷ്ടപരിഹാര തുകയിൽ ഭേദഗതി വരുത്തി ഈ മരണപ്പെടുന്ന ആളുകളുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇതിനുശേഷമാണ് 2024 ഈ വന്യജീവി സംഘർഷം സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നത്. അത്തരത്തിൽ വന്യജീവി സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് അധികമായി 4 ലക്ഷം രൂപ അവരുടെ കുടുംബങ്ങൾക്ക് നൽകാനുള്ള ഒരു തീരുമാനവും സർക്കാർ എടുത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വിഹിതങ്ങൾ ചേർത്ത് 24 ലക്ഷം രൂപയാണ് ഈ വന്യജീവി സംഘർഷങ്ങളിൽ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് നൽകേണ്ടതെന്നാണ് ഇപ്പോൾ കിഫ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്ക് പൂർണ്ണമായും ഈ തുക നൽകുന്നില്ല. ആകെ പഴയ ഭേദഗതി അല്ലെങ്കിൽ പഴയ നിയമപ്രകാരമുള്ള 10 ലക്ഷം രൂപ മാത്രമാണ് നഷ്ടപരിഹാരമായി ഈ വന്യജീവി സംഘർഷത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്നത്. ഇപ്പോൾ പാലക്കാട് മുണ്ടൂരിൽ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ കുടുംബത്തിനും സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ആദ്യ ഗഡുവായാണ് ഇപ്പോൾ 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ കിഫ പറയുന്നത് 24 ലക്ഷം രൂപയും അലന്റെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്. ആ 24 ലക്ഷം രൂപയും സർക്കാർ നൽകണം. നൽകിയിട്ടില്ലെങ്കിൽ തങ്ങൾ അലന്റെ കുടുംബത്തിനോടൊപ്പം ചേർന്ന് കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ കിഫ ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. കിഫയുടെ പാലക്കാട് ഘടകമാണ് ഇത്തരത്തിൽ ഒരു നീക്കവുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. കൃത്യമായി ഈ വന്യജീവി സംഘർഷങ്ങളിൽ പരിക്കേൽക്കുന്ന ആളുകൾക്കും മരണപ്പെടുന്ന ആളുകൾക്കും അവർക്ക് അർഹമായിട്ടുള്ള അല്ലെങ്കിൽ അവകാശപ്പെട്ടുള്ള നഷ്ടപരിഹാര തുക സർക്കാരുകൾ നൽകുക തന്നെ വേണമെന്നുള്ളതാണ് കിഫയുടെ ആവശ്യം. സുജയ. ഓക്കെ, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നമ്മുടെ വാർത്തായാത്ര നമ്മളിങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുകയാണ്. കുറേ സന്ദേശങ്ങൾ വായിക്കാനുണ്ട്.